പാർലമെന്റ് അതിക്രമത്തിൽ അന്വേഷണം ഹരിയാനയിലെ ഗുരുഗ്രാമിലേക്ക്. പ്രതികൾ ഇവിടെ താമസിച്ചാണ് പ്രതിഷേധത്തിന് പദ്ധതിയിട്ടത്. 6 പേരും സഭയ്ക്കകത്തു കയറാൻ പദ്ധതിയിട്ടിരുന്നു എന്നുണ്ടെങ്കിലും 2 പേർക്ക് മാത്രമാണ് പാസ് ലഭിച്ചത്. ഭഗത് സിംഗ് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ 1.5 വർഷം മുൻപാണ് ഈ പ്രതികൾ പരിചയപ്പെട്ടത്. ഇവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഗൂഢാലോചനയിൽ പങ്കെടുത്ത ബംഗാൾ സ്വദേശി ലളിത് ഛായും കാണാമറയത്താണ്. പ്രതികളുടെ സംഘടനാ പശ്ചാത്തലവും അന്വേഷണ പരിധിയിലുണ്ട്. CRPF ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതലയുള്ളത്. അതേസമയം തന്നെ പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനത്തിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ച അത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലുമാക്കിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. അർജുൻ, ഗുഡ് മോർണിംഗ് അർജുൻ. ഇപ്പോൾ ഇന്നലത്തെ ആ ഒരു സംഭവം, അതിന്റെ ആ ഒരു ഞെട്ടലൊന്നും നമുക്ക് ഇതുവരെയും മാറിയിട്ടില്ല. ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ അരങ്ങേറിയത്. ഇപ്പോൾ ത്രിതല സുരക്ഷാ സംവിധാനമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ ആർക്കും എന്തും ചെയ്യാം, ആർക്കും അതിക്രമിച്ചു കയറാം. നമ്മുടെ സുരക്ഷയെ തന്നെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള അതിക്രമങ്ങളാണ് ഇന്നലെ പാർലമെന്റ് മന്ദിരത്തിനകത്ത് നടന്നത്. അപ്പോൾ നിലവിലെ അന്വേഷണം എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? സേതു, വളരെയധികം ഗൗരവം നിറഞ്ഞ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. കാരണം ഇത്തരത്തിൽ വലിയൊരു സുരക്ഷാ കവചം പോലും ഭേദിച്ച് ഈ 2 പേർക്കും ഈ പാർലമെൻറ്റിനകത്തേക്ക് പ്രവേശിക്കാമെങ്കിൽ ഭാവിയിൽ അത് വഴിവെക്കുന്നത് അത്രത്തോളം എളുപ്പമാണോ നമ്മുടെ പാർലമെൻറ്റിനകത്ത് കയറി ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്താൻ സാധിക്കുന്നത്? ആ രീതിയിലേക്കാകുമോ എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. എങ്ങനെ ഇവർക്ക് ഈ സുരക്ഷാ കവചം ഭേദിച്ച് പാർലമെൻറ്റിനകത്തേക്ക് കയറാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ CRPF DGയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ 2 പേരും അകത്തേക്ക്, സാഗർ ശർമ്മയും അതുപോലെ മനോരഞ്ജനും ഈ പാർലമെന്റിനകത്തേക്ക് കയറിയ സമയത്ത് സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും, നടപടിയെടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പിടിയിലായ 5 പേരെയും ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചുള്ളൊരു ചോദ്യം ചെയ്യലും അന്വേഷണവുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി നടന്ന ചോദ്യം ചെയ്യലിലാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതും കുറച്ച് കാര്യങ്ങൾ. അതായത് 1.5 വർഷം മുൻപ് ഇവർ പരിചയപ്പെട്ടു, അതും ഭഗത് സിംഗ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് പരിചയപ്പെട്ടെന്നുള്ള കാര്യം മനസ്സിലായി. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നു. അതിലൂടെ ഇതെന്തായാലും ഒരു ഭീകരാക്രമണത്തിനുള്ള ശ്രമമായിരുന്നില്ല എന്നുള്ള കാര്യം, ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് എത്തുന്നത്. പക്ഷേ എന്തിന് ഇവർ ഈ ആക്രമണം നടത്തി എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. ഇവരുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അവർ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൽ തീർത്തും തൃപ്തരായിരുന്നില്ല. ഈ മണിപ്പൂർ കലാപം, അതുപോലെ തന്നെ കർഷകരുടെ പ്രൊട്ടസ്റ്റ്, ഗുസ്തിക്കാരുടെ പ്രൊട്ടസ്റ്റ്, ഇതിനെല്ലാം എതിരെ രാജ്യത്തിന് ഒരു സന്ദേശം നൽകാൻ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇവർ മൊഴിയിലൂടെ അല്ലെങ്കിൽ ഇവരുടെ പ്രതികരണത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അത് പൂർണ്ണമായിട്ടും എന്തായാലും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പ്രധാനമായിട്ടും ഇവർക്ക് ഏതെങ്കിലും സംഘടനയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം, ഇവരുടെ ഒരു കോമൺ ഫാക്ടർ അല്ലെങ്കിൽ ഇവരെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാര്യം പറയുന്നത് ഇവരുടെ ചില ആരാധനാമൂർത്തികൾ അല്ലെങ്കിൽ ഇവർ ആരാധിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അഴിമതിക്കെതിരെയും ഒരുപാട് പോരാടിയ ഭഗത് സിംഗും BR അംബേദ്കറും സുഭാഷ് ചന്ദ്ര സിംഗ് പോലുള്ള പ്രഗത്ഭ വ്യക്തികളാണ്. അവർ തന്നെയാണ് ഈ 5 പേരും അല്ലെങ്കിൽ 6 പേരും കണക്ട് ചെയ്തിരുന്നത്. ഏകദേശം ഒരാഴ്ച മുൻപ് മാത്രമാണ് ഈ അക്രമികൾ, ഈ പ്രതിഷേധക്കാർ വിവിധ സംഘങ്ങളായി ഡൽഹിയിലേക്ക് എത്തുന്നത്. ഇവരെ എല്ലാം താമസിപ്പിക്കുന്നത് ഈ ഗുരുഗ്രാമിലെ വീട്ടിലായിരുന്നു. അവിടെ നിന്നും ഈ വിക്കി എന്ന് പറയുന്ന ആളുടെ വീട്ടിലായിരുന്നു, ഗുരുഗ്രാമിലായിരുന്നു ഈ 5 പേരെയും താമസിച്ചത്. ഡിസംബർ 14-ന്, അതായത് ഇന്നായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. പാസിന് വേണ്ടി അപേക്ഷിച്ചത് ഡിസംബർ 14-ാം തീയതിക്കായിരുന്നു. എന്നാൽ ഈ പ്രതാപ് സിൻഹയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ് ഡിസംബർ 13-ന്, അതായത് ഇന്നലെ തന്നെ ഈ പാസ് തരപ്പെടുത്തി നൽകുകയും അതിലൂടെ ഇവർക്ക് ഈ പ്ലാൻ അല്ലെങ്കിൽ ഈ പദ്ധതി ഇന്നലെ നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇന്റൻസിറ്റി. അത് തന്നെയാണ് കാരണം 5 പേർ അറസ്റ്റിലായിട്ടുണ്ട് എങ്കിലും പ്രതാപ് സിൻഹയുടെ ഇടപെടലിലടക്കം അന്വേഷണം ആവശ്യമാണ്. ദുരൂഹതകൾ ഏറെയാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ദിരമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അതും മറ്റൊരു പാർലമെന്റ് ആക്രമണ ദിനത്തിന്റെ ഓർമ്മ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റൊരു ആക്രമണത്തിന് കൂടി നമ്മൾ സാക്ഷി വഹിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണെങ്കിലും വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ് നടന്നിരിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ, കൂടുതൽ കാര്യങ്ങൾ അതിലൂടെ വ്യക്തമാകും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ശരി അർജുൻ, ഇനിയും അർജുനിലേക്ക് എത്താം.